പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. നമ്മൾ ഓഹരി വഴി എങ്ങനെ നേട്ടം കൊയ്യാം അല്ലെങ്കിൽ ധനം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചാണ് സ്ഥിരമായിട്ട് ചർച്ച ചെയ്തത്. അതിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് IPO വരുന്ന കമ്പനികളെക്കുറിച്ചും അവ വാങ്ങാൻ വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ ചില ബോണസ് വരുന്ന കമ്പനികളെക്കുറിച്ചും സ്പ്ലിറ്റിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അത് IPO അപേക്ഷിക്കുമ്പം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പേരൻ്റ് കമ്പനികളിൽ നമ്മൾ അതിൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ അതിന് പ്രിഫറൻസ് ഷെയറുകൾ നമ്മുടെ അപേക്ഷ പ്രത്യേക പരിഗണന ലഭിക്കുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ പേരൻ്റ് കമ്പനിയുടെ ഓഹരികളോ ഒന്നോ അതിലധികമോ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യണം. അത് മിക്കവാറും സെബിക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മളതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഓഹരികൾ വാങ്ങി വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വിലവർധനമൊക്കെ ഉണ്ടാകാം. അത് നമ്മൾ അപേക്ഷിക്കുമ്പം അത് ആ പ്രത്യേക അപേക്ഷയിൽ കാണിക്കാൻ വേണ്ടി ഏത് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് IPO ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ അപേക്ഷ കൊടുക്കുക. അതിന് മുമ്പ് തന്നെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ പേ അങ്ങനെ ചെക്ക് കൊടുത്തല്ല, ഗൂഗിൾ പേ മാതിരമൊക്കെയാണ് നമ്മൾ നേരിട്ട് അപേക്ഷിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കണം. അതിനുള്ള ഫണ്ട് മാറ്റി വെച്ചിരിക്കണം. അത് അപേക്ഷ ഇനി തെറ്റിപ്പോവുകയാണെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ കാറ്റഗറി മാറി ആണ് പ്രിഫറൻസ് ഷെയർ കൊടുക്കുന്നത്. ഇപ്പം ജോലിക്കാർക്ക് പ്രത്യേകിച്ച് പ്രിഫറൻസ് ഷെയർ വേണം. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് തിരുത്തി കൊടുക്കണം. തിരുത്തി ക്യാൻസൽ ചെയ്തിട്ട് തിരുത്തുമ്പോൾ അത് തിരുത്തി ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തെന്ന് ഉറപ്പാക്കിയിട്ട് പുതിയ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ചില പേരൻ്റ് കമ്പനികൾ നമ്മൾ ആദ്യ ദിവസം തന്നെ അപേക്ഷിക്കണം. തെറ്റുകൂടാതെ അപേക്ഷിക്കുക. പേരൻ്റ് കമ്പനി ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് പേരൻ്റ് കമ്പനികളും ചില കമ്പനികളും NTPCയുടേത് ഗ്രീൻ എനർജിയുടെയാണ് പുതിയ വരുന്നത്. NTPC ആണ് പേരൻ്റ് കമ്പനി. ബജാജ് ഹൗസിംഗ് വരികയാണ്. ബജാജ് ഫൈനാൻസ് ആണ് പേരൻ്റ് കമ്പനി. ഹീറോ ഹോണ്ട ഇന്ത്യ ആണെങ്കിൽ ഹീറോ ഹോണ്ട ഗ്രൂപ്പിൻ്റെയാണ് മേടിച്ചിട്ടുണ്ട്. കാനറ ബാങ്ക് ആണെങ്കിൽ കാനറ ബാങ്കിൻ്റെ പേരൻ്റ് കമ്പനി. HDFC ആണെങ്കിൽ HDFC ബാങ്കാണ് പേരൻ്റ് കമ്പനി. അവയുടെയൊക്കെ ഷെയർ നമ്മൾ മുൻകൂട്ടി മേടിച്ചിടുക. ബോണസ് വരുന്നത് NBCC 173 1:2 ആണ്, 7 ഒക്ടോബറാണ്. സ്റ്റാർലൈൻ എൻ്റർപ്രൈസ് ആണ് 1:2 ആണ്, 7 ഒക്ടോബറാണ്. ക്ലാസിക് ഇലക്ട്രിക്കൽസ് 15 രൂപയാണ് വില. അത് 5:1 ആണ്, 4 ഒക്ടോബറാണ്. പൾസർ ഇൻ്റർനാഷണൽ 15 രൂപ 30 പൈസയാണ്, 1:10 ആണ്. 28 സെപ്റ്റംബറിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. സ്പ്ലിറ്റ് വരുന്നത് HEG 2200 രൂപയാണ്. സ്പ്ലിറ്റാണ് 1:5 ആണ്, 18 ഒക്ടോബർ. ജിൻഡാൽ 723 ആണ്, സ്പ്ലിറ്റാണ് 1:2 ആണ്, 9 ഒക്ടോബറാണ്. ഗോദാവരി പവർ 942 രൂപ വിലയാണ്, സ്പ്ലിറ്റാണ് 1:4 ആണ്, 4 ഒക്ടോബറാണ്. സുദർശൻ ഫാർമ 415 ആണ്, സ്പ്ലിറ്റാണ് നവംബർ 30 ഡേറ്റ് വരുന്നത്. ടാർജറ്റ് ITC 517 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 585 രൂപ 580 രൂപയ്ക്ക് ടാർജറ്റ് ഇട്ട് നമുക്ക് വിൽക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് നമസ്കാരം.